TS കനാലിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ നടക്കുന്നു. TS കനാലിനെ കുറിച്ച് രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ നടയറ ജബ്ബാർ. നമ്മൾ TS കനാലിൻ്റെ വർക്കല ഭാഗമാണ്, വർക്കല നടയറ ഭാഗമാണ്. ഈ ഭാഗത്തായിരുന്നു നേരത്തെ ചരക്ക് ഗതാഗതം വള്ളത്തിൽ കൊണ്ടുവന്ന് ഈ പ്രദേശത്തുള്ള ചരക്ക് ഗതാഗതം നിയന്ത്രിച്ചിരുന്നത്. അതിനെക്കുറിച്ച് അബ്ദുൽ സത്താർ വിവരിക്കുന്നതാണ്. കൊല്ലത്തുനിന്ന് ചരക്ക് വരും, ഇവിടുന്ന് അപ്പുറവും പിന്നെ കടവാണ്. ചരക്കും കാളവണ്ടിയിൽ ഇവിടുന്ന് ചരക്ക് കയറ്റി കടകളിൽ പോവും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പം പാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇടക്കാലത്താണ് ഈ പാലം പൊളിച്ചത്, പഴയ പാലം പൊളിച്ചത്. പഴയ റോഡ് ഇങ്ങനെ പഴയ റോഡ് ഇങ്ങനെ അങ്ങ് പോകും. പാലം ഉണ്ടായിരുന്നു. അപ്പം നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കനാലിൻ്റെ നവീകരണമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിനെക്കുറിച്ച് വിശദമായി TS കനാലിൻ്റെ ഈ പ്രദേശത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നതിലേക്ക് വേണ്ടി സാമൂഹിക പ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനുമായ നടയറ ജബ്ബാർ. നടയറ ഇത് TS കനാൽ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആദ്യകാല ജലപാത, ദേശീയ ജലപാതയാണ് TS കനാൽ. ഇവിടെ നമുക്കൊരു കടവ് എന്ന് പറയുന്നത് സാധനങ്ങൾ ഇറക്കുന്നതിനും കയറ്റുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു കടവ് നമുക്കിവിടെ ഉണ്ടായിരുന്നു. അപ്പം നടയറ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ദൂരദിക്കുകളിൽ നിന്നുള്ള ആളുകൾക്ക് സാധനങ്ങൾ ചരക്ക് ഗതാഗതത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ട് ഇരുന്ന ഒരു കടവാണ് നടയറ. നടയറയിൽ ഒരുപാട് കടകളുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങേയറ്റത്ത് ഒരു ചെറിയ കടകളാണ്. അതുപോലുള്ള ഒട്ടനവധി കടകൾ ഈ രണ്ട് വശത്തും ഉണ്ടായിരുന്നു, ആദ്യകാല കടകൾ. അതിനുശേഷം പുരോഗമനം വന്നപ്പോഴത്തേതല്ല വിസ്മൃതിയിലായിപ്പോയെങ്കിലും നമ്മുടെ ഈ ജലപാതയനുസരിച്ച് കൊല്ലത്തുനിന്ന് ചരക്കുകൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് കാളവണ്ടിയിൽ ഇപ്പോൾ ആലങ്കോടായിരുന്നാലും അതുപോലെ പാരിപ്പള്ളി, പള്ളിക്കൽ, കിളിമാനൂർ തുടങ്ങിയ നിരവധി സ്ഥലങ്ങളിലേക്ക് ഇവിടെ നിന്നാണ് കാളവണ്ടി മുഖാന്തരം സാധനങ്ങൾ കൊണ്ടുപോയി കച്ചവടത്തിന് വിനിയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഈ ഏറ്റവും കൂടുതൽ സഞ്ചാരപാതകൾ കുറഞ്ഞിരുന്നൊരു കാലഘട്ടത്തിൽ കൂടുതൽ കാളവണ്ടികളാണ് ആശ്രയിച്ചിരുന്നത്. നമുക്ക് ഈ ലോറികളിൽ കൊണ്ടുവരുന്ന ചരക്ക് ലോറികളിൽ കൊണ്ടുവരുന്നത് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാഭകരമായ രീതിയിൽ കൊല്ലത്തുനിന്ന് ചരക്ക് കൊണ്ടുവരാൻ എളുപ്പവും ലാഭവും വഞ്ചി മാർഗമായിരുന്നത് കൊണ്ടാണ് അന്നത്തെ കാലത്ത് ആളുകൾ വഞ്ചിയെ ആശ്രയിച്ചിരുന്നത്. ഇവിടുത്തെ കടവ് പ്രശസ്തമാണ്. അതുപോലെ തന്നെ ഒരു വ്യാപാര കേന്ദ്രമായി തന്നെ അറിയപ്പെട്ടിരുന്നതാണ് നടയറ. അപ്പോൾ ഇതുപോലെ ഇനിയിപ്പോൾ ഈ ആറിൻ്റെ നവീകരണം വരുന്നുണ്ട്. നവീകരണത്തിൻ്റെ പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിയുമ്പോൾ ടൂറിസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പഴയതുപോലെ തന്നെ ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള ഗതാഗത മാർഗത്തിനും സാധനം കൊണ്ടുവരുന്നതിനും അതുപോലെ തന്നെ ടൂറിസം പ്രൊമോഷൻ്റെ ഭാഗമായിട്ടുള്ള വികസന പരിപാടികളൊക്കെ വീണ്ടും ഇവിടെ സാധ്യമാകാൻ പോവുകയാണ്. നടയറ സമ്മേളനം ഇനിയും പഴയകാല പ്രതാപത്തിലേക്ക് നടയറ മടങ്ങി വരും എന്ന് തന്നെ നമ്മൾ കരുതുന്നു. ഇപ്പം നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഈ കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി ഇനി വരുന്ന കാലഘട്ടത്തിൽ നടയറയുടെ മാറ്റം വളരെ സ്പഷ്ടവും ദൃഢവും ആയ മാറ്റം വരും കാലഘട്ടത്തിലുണ്ടാവും. ഒരു 2-3 വർഷം കഴിയുമ്പോഴത്തേക്കും വളരെ വിപുലമായ രീതിയിലുള്ള സഞ്ചാരികൾക്ക് വരുന്നതിനുള്ള ടൂറിസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കൂടി വരുമ്പോൾ വളരെ ശ്രദ്ധ ആകർഷിക്കുന്ന സ്ഥലമായി നടയറ മാറും. ശിവഗിരിയിൽ ഒരു കടവുണ്ടാവും എന്നാണ് പറയുന്നത്. ശിവഗിരി യാത്രക്കാർക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ചരക്ക് ഗതാഗതത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലമായി നടയറ വീണ്ടും മാറാൻ പോവുകയാണ്. ആ ഒരു പ്രതീക്ഷയിലാണ് നാടും നാട്ടുകാരുമുള്ളതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കനാല് നിർമ്മിച്ചത് ആരുടെ കാലത്തെന്നുള്ളത് സാറിന് അറിയാമോ? 100 വർഷത്തിന് മുന്നേ പലപ്പോഴും ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഈ കനാലൊക്കെ സാധ്യമായത്. ഇപ്പോൾ സ്വതന്ത്ര ഭാരതത്തിന് മുമ്പ് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ അവർ നിർമ്മിച്ച ജലപാതയാണ്. അവർക്ക് സാധന സാമഗ്രികൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് എളുപ്പം മാർഗമെന്നുള്ള നിലയിലാണ് TS കനാൽ അവർ നിർമ്മിച്ചത്. പക്ഷേ അത് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഉപകരിക്കുന്ന രീതിയിലേക്ക് മാറാൻ പോകുന്നത് ഇനിയാണ്. രാജ്യം സ്വതന്ത്രം നേടിയതിന് ശേഷം ചരക്ക് ഗതാഗതം ഇതുവഴിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം നമുക്ക്
വലിയ റോഡുകളും സംവിധാനങ്ങളും വന്ന ശേഷം കാലക്രമേണ ഈ ജലപാത അടയുന്നൊരു സാഹചര്യം വന്നു. അത് വീണ്ടും പുനരുജ്ജീവിപ്പിച്ച് വരുന്നു. എന്തായാലും ഈ വർക്കുകളെല്ലാം കഴിയുമ്പോൾ ഏറ്റവും നല്ല മാർഗം, എളുപ്പം, അതുപോലെ സാമ്പത്തിക സ്ഥിതി കുറഞ്ഞ രീതിയിലുള്ള ചരക്ക് ഗതാഗതത്തിന് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ഒരു മേഖലയായി ഈ ജലപാതയെ നമുക്ക് കാണാൻ കഴിയും. ടൂറിസം മേഖലയിലെ പുരോഗതികൾക്ക് വേണ്ടിയിട്ട് ഉപകരിക്കുന്ന ഒരു മാർഗമായി നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ബ്രിട്ടീഷുകാരുടെ കാലത്താണെന്നുണ്ടെങ്കിലും ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഏറ്റവും ഉപയോഗപ്രദമായ കാര്യങ്ങൾ ബ്രിട്ടീഷുകാർ ചെയ്തതിൽ ഒന്ന് നമ്മുടെ ടി എസ് കനാൽ കൂടിയാണെന്ന് ഓർമ്മപ്പെടുത്തുക. ഭാഗം ആരംഭിക്കുന്നത് തിരുവനന്തപുരത്തു നിന്നാണ്. തിരുവനന്തപുരത്ത് പാർവതി പുത്തനാർ എന്നറിയപ്പെടുന്നത് ഈ ടി എസ് കനാലിനെ തന്നെയാണ് പാർവതി പുത്തനാർ എന്നറിയപ്പെടുന്നത്. അവിടെ നിന്ന് തുടങ്ങി വന്നു കഴിഞ്ഞാൽ ഇത് കാസർഗോഡ് വഴി ദേശീയ ജലപാത എന്നുള്ള നിലയിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഇത് കടന്നു പോകും. അതാണ് ദേശീയ ജലപാത എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുന്നതിന് ഈ പാത ഉപകരിക്കും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയും സഞ്ചാരയോഗ്യമായ ഒരു പാതയായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ടി എസ് കനാലിനെ കുറിച്ച് റഫീഖ്. നേരത്തെ ജബ്ബാർ ഭായി പറഞ്ഞതുപോലെ തന്നെ നമുക്കിവിടെ നേരത്തെ ചരക്ക് വാഹനങ്ങളൊക്കെ റോഡ് ഭാഗം അല്ലാതെ തന്നെ ഈ ജലമാർഗം ചരക്കുകളൊക്കെ വന്നുകൊണ്ടിരുന്നൊരു സ്ഥലമാണ് കടേര ടി എസ് കനാൽ. പിന്നെ ഇപ്പോഴും വണ്ടിയും മറ്റ് സൗകര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ. സ്ട്രെയിറ്റ് ഫോർവേഡ്, നടയറ, വർക്കല.